എത്ര പെട്ടെന്നല്ലേ ഈ നോമ്പൊക്കെ കഴിഞ്ഞു പോകണം. ഇതാണെന്നറിയുമ്പോൾ ഇപ്പൊ പെരുന്നാളോ എല്ലാം അന്നിപ്പോ നമ്മൾ ഏത് പള്ളിക്കൊക്കെ നോമ്പ് പറക്കാൻ പോവാ. പെരുന്ന് പള്ളിയൊക്കെ ആക്കിയാലോ? അവിടെ എങ്ങനെ ഉണ്ട് എന്നാവാം. ഇന്നലെ മിഞ്ഞാന്നും പോയടുത്ത മാതിരി ആവൂല, അവിടെ തെറ്റില്ല തോന്നണം. നമ്മളെ ഇന്നലെ പോയ അരീക്കലും മിഞ്ഞാന്ന് പോയ മൂച്ചിക്കലൊക്കെ കണ്ടിട്ട് എത്തത് 10 കായ്ക്കില്ല നാരങ്ങളത്തിലാണെങ്കിൽ മധുരമില്ല. സമൂസയൊക്കെ കണ്ടിട്ട് എത്ര സാധനം. വത്തക്കൊക്കെ ഒരു കളറും ഇല്ല, ഒരു മധുരവും ഇല്ല. എത്ര ഫ്രൂട്ട്സ് തന്നെ ഇല്ല. ആകെ ഒരു വത്തക്ക ഉണ്ട്, ഒരു മുന്തിരി ഉണ്ട്. ആ ചെപ്പിക്കാണ ഒരു പാർസലേറ്റ് തന്നെ രാവിലെ തന്നെ എല്ലാം കഴിച്ച് ഇത്ര വലിപ്പമില്ല. ഇത് നല്ലൊരു മാസമായിട്ട് ഞങ്ങൾക്ക് നോൻപൊക്കെ നോറ്റൂടെ? അല്ല, ഞാൻ നോമ്പ് പറ്റിക്കണ നോമ്പ് പറ്റിട്ടില്ലെന്ന് എനിക്കെങ്ങനെ അറിയാ? അജ്ജ് ഇന്നലെ ഉച്ചക്ക വനിതാ ഹോട്ടലിൽ കയറിട്ട് ഞാൻ കണ്ടതാണല്ലോ. ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അവിടുന്ന് തിരിച്ചു വരുന്നത് നിങ്ങൾ കണ്ടാ? ഇല്ല, ഇജ്ജ് പള്ളറച്ച് തിന്ന് ഇറങ്ങി വരുവോളം നോക്കിക്കലല്ലോ ഇപ്പൊ എന്റെ പണി. മൻസൂറേ, ഇന്നെ ആശ്രയിച്ച് ജോലി ചെയ്യണ രാജേട്ടനും കുമാരേട്ടനും അണ്ണന്മാരടക്കം 4-5 പണിക്കാരുണ്ട് എനിക്ക്. അവർക്കൊന്നും ഈ പറഞ്ഞ നോമ്പ് ബാധകമല്ല. അവരെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. എന്നാ പിന്നെ ചങ്ങായി എനിക്ക് നോമ്പിന് പണിയെടുപ്പിക്കാൻ നിൽക്കണ? സത്യത്തിൽ നിങ്ങളെ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലാവണില്ല. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് പണിക്കാരൊന്നും ഇല്ലല്ലോ. പുറയിലെന്താ നല്ല ബിരിയാണിന്റെ മണൊക്കെ ഉണ്ടല്ലോ. ഭാര്യയും കുട്ടികളൊക്കെ 2 ദിവസമായിട്ട് അവളോടക്ക് പറക്കാൻ പോയതാ. ഞാനിപ്പോൾ തറവാട്ടിലാണ് പറക്കല്. ഈ പറഞ്ഞ മാതിരി നോമ്പില്ലാത്ത കുറേ ജീവികൾ എൻ്റെ വീട്ടിലുണ്ട്. കാക്കയും കോയും പൂച്ചയും മുറ്റത്ത് വരുന്ന ഒരുപാട് കിളികളും. ഇത് അവർക്കുള്ള ഇന്നലത്തെ വേസ്റ്റാണിത്. വെറുതെ ഇവിടെ നിന്ന് വടായി പറയാതെ സ്വന്തം വീട്ടുമുറ്റത്ത് വരുന്ന ഏതെങ്കിലും ഒരു കിളികൾക്ക് ചെറിയൊരു പാത്രത്തിലെങ്കിലും കുറച്ച് വെള്ളം വെച്ചു കൊടുക്കാൻ നോക്കി. കടും വേലനാണ്. നമ്മളല്ലാതെ ഈ ജീവികൾക്ക് മറ്റാരും കൊടുക്കാനില്ല. നോമ്പുകാലാവുമ്പോൾ ഭക്ഷണമൊന്നും വീട്ടിൽ അധികം ഉണ്ടാവില്ല. അതെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കും.